Hello dear students, welcome back to ArcNX. This is LJ. NCERT റീഡറിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ മറ്റൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. A regular hexagon of side 10 centimeters has a charge of 5 millicoulomb at each of its vertices. Calculate the potential at the center of the hexagon. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു ഹെക്സഗണിനെ കുറിച്ചാണ്. ഹെക്സഗൺ നമുക്കറിയാം 6 സൈഡുകളുള്ള ഒരു ഷേപ്പാണ്. ഓക്കെ, ഒരു കാര്യം കൂടി നമുക്കറിയാം, ഇതിൽ ഓരോ ആംഗിളും 120 ഈച്ച് ആയിരിക്കും. കാരണം സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 720 ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നൊരു ലൈൻ സെൻറ്ററിലേക്ക് വരച്ചാൽ, ഇവിടെ നിന്നൊരു ലൈൻ സെൻറ്ററിലേക്ക് വരച്ചാൽ ഈ കാണുന്ന ട്രയാങ്കിൾ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. റീസൺ, ഈ ആംഗിൾ 60 ഈ ആംഗിളും 60 അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും 60 തീർച്ചയായും ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഈ സൈഡും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഈ സൈഡും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു വൺ ചാർജ്, ഒരു കോർണറിലെ ചാർജ്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ അറിയാം, 1/4πε0 ഇൻറ്റു ക്യൂ. ക്യൂ ഈസ് ഗിവൺ. ക്യൂ അവർ പറയുന്നത് 5 മില്ലി കൂളോം എന്നാണ്. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ ഡിവൈഡഡ് ബൈ ആർ 10 സെൻറ്റിമീറ്റർ ആണ്. 10 × 10⁻², സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 5ഉം 2ഉം കട്ട് ചെയ്താൽ 2 എന്ന് വരും, 2ഉം 9ഉം കട്ട് ചെയ്താൽ 4.5 എന്ന് വരും. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു വൺ ചാർജ് കിട്ടി 4.5 ഇൻറ്റു 10ൻ്റെ പവർ ഓൾറെഡി 10⁻9 ഇവിടെയുണ്ട്, 10⁻³ ഉണ്ട്, സോ 10⁻6. താഴെ ഒരു 10⁻2 ഉണ്ട്, അത് ന്യൂമറേറ്ററിലേക്ക് വന്നാൽ 10⁻+2 ആവും. ഓൾ ടുഗെദർ 10⁻8 എന്ന് കിട്ടും. അത്രയും വോൾട്ട്സ്. ഇതൊരു ചാർജിൻ്റെ പൊട്ടൻഷ്യലാണ്. അങ്ങനെ എത്ര ചാർജസാണ് ഇവിടെ ഉള്ളത്? 1 2 3 4 5 6. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 6 × 4.5 × 10⁻8, സോ അത് 27 × 10⁸ വോൾട്ട്സ് എന്ന് വരും. ഓക്കെ.